ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 8:30 സംഭവം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റൂം ബോയ് ആണ്. റൂമിലേക്ക് അദ്ദേഹം അവിടെ തന്നെ ചോറ്റാനിക്കരയിൽ ഒരു റൂം എടുത്ത് താമസിക്കുകയായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഭാഗമായി. അവിടേക്ക് റൂം ബോയ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തറയിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേനും മരിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം. എന്തായാലും വലിയ നഷ്ടം കലാകാരന്മാരെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചൊരു വലിയ നഷ്ടമാണ്. മിക്ക നടന്മാരും അവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കലാരംഗത്തുള്ള നിരവധി ആളുകൾ, ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. MLA സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ മോസിന് പറഞ്ഞതുപോലെ തൃശ്ശൂരാണ് സ്വദേശം, പക്ഷേ ഏറെക്കാലമായി ആലുവിലായതുകൊണ്ട് അവിടെ തന്നെയായിരിക്കും സംസ്കാരവും പൊതുദർശനം എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും കലാഭവൻ നവാസ് വലിയ രീതിയിൽ ആളുകളെ ചിരിപ്പിച്ച, ഇല്ലെങ്കിൽ നിരവധി കഥാപാത്രങ്ങളിലൂടെ ആളുകൾക്ക് സുപരിചിതനായിരുന്ന, സ്റ്റേജ് ഷോസിലൂടെ, TV ഷോസിലൂടെയൊക്കെ ആളുകൾക്ക് ഏറ്റവും അടുത്തു നിന്നിരുന്ന ഒരു കലാകാരനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. മോസിന ചേരുന്നുണ്ട്. മോസിന, ഇനി അറിയേണ്ടത് ഈ സംസ്കാരവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വഴിയെ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം അതൊരു തീരുമാനമൊക്കെ എടുക്കണം. എല്ലാവരും എത്തിച്ചേരേണ്ടതൊക്കെ ഉണ്ടാവും. എല്ലാവരും പലയിടങ്ങളിലായിട്ട് ഷൂട്ടിലൊക്കെ ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കും തീരുമാനിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ നമുക്കറിയാം, സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ സിനിമാ നടൻ മാത്രമായിട്ട് അദ്ദേഹം ഒരിക്കലും നിന്നിരുന്നില്ല. അദ്ദേഹം എവിടെയാണോ തുടങ്ങിയത് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു നവാസ് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും കോമഡി ചെയ്യാറുണ്ട്. അദ്ദേഹം കോമഡി ഷോസിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ ആക്റ്റീവായിട്ട് സംഘടനയിലും അല്ലാതെ കൂടെ ഉണ്ടായിരുന്ന, തുടക്കം മുതലേ 90കളിലെ കൂടെ ഉണ്ടായിരുന്ന കലാകാരന്മാരുമായിട്ട് വലിയൊരു അഗാധമായ സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഒരാളെന്നാണ് നേരത്തെ സ്വരാജിന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സ്വരാജ് പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ഓർക്കപ്പെടുക? ധന്യ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ സഹപ്രവർത്തകൻ ഉൾപ്പെടെയായ സുരാജ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രധാനമായും ഹാസ്യ കഥാപാത്രങ്ങളാണ് സിനിമയിൽ കൂടുതലും ഉണ്ടായിരുന്നത്. മാട്ടുപ്പെട്ടി മച്ചാൻ ഉൾപ്പെടെയുള്ള ചില സിനിമകളിൽ മറ്റ് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മിമിക്രിയിലൂടെയാണ് നവാസ് മിനി സ്ക്രീനിലും സിനിമയിലും എത്തുന്നത്. കലാഭവൻ മിമിക്രി ട്രൂപ്പിലൂടെയാണ് മലയാളികൾക്ക് അദ്ദേഹത്തെ സുപരിചിതനാകുന്നത്. 95-ൽ ചൈതന്യം എന്ന ചിത്രമാണ് ആദ്യമായി അദ്ദേഹം അഭിനയിച്ചത്. പിന്നീടാണ് മാട്ടുപ്പെട്ടി മച്ചാൻ, മായാജാലം, ജൂനിയർ മാൻട്രക്ക്, മൈലാഞ്ചി മഞ്ചുള്ള വീട്, കസബ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യകാല നടനും നാടക നടനും ചിത്രതാരവുമായ അബൂബക്കർ എന്ന ബക്കറിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് ബക്കർ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. നടി രഹനയാണ്. ഈ അടുത്തുകൂടി അദ്ദേഹവും ഭാര്യയും കൂടി ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഒരു സിനിമ ഈ അടുത്ത് റിലീസ് ചെയ്തതിനു ശേഷം പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇത്തരത്തിൽ ആകസ്മികമായ ഒരു മരണം, നമുക്ക് മരണ വാർത്ത പുറത്തു വരുന്നത്. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തീരുമാനമായിട്ടില്ല ധന്യ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ അനുജൻ നിസാം ബക്കർ നമ്മുടെ മീഡിയകളിലെ മുൻപ് നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചതിന് ശേഷം പിന്നീട് സ്വദേശത്തേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ധന്യ.